ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു റെസിപ്പിയുമായിട്ടാണ്. പക്ഷേ അപാര ടേസ്റ്റ് ആട്ടോ ഈ ഒരു സംഭവം. നമ്മൾ ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ അല്ലെങ്കിൽ വൈകുന്നേരം സ്നാക്കിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നി റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഉള്ളി ചട്നി ആട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും, എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഉള്ളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഉള്ളി തന്നെയാണ്. ചെറിയ ഉള്ളിയാണ് ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 മീഡിയം സൈസ്ഡ് വലിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൊത്തത്തിൽ ചെറിയ ഉള്ളി എടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ഉള്ളി എടുക്കുന്നുണ്ടെങ്കിൽ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ചെറിയ ഉള്ളി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 5 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറ് മാറി വന്ന ശേഷമാണ് നമ്മളതിലോട്ട് സവോളയും അതുപോലെ ഒരു 3 വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. സവോളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിൽ അധികം എടുത്തിട്ടുള്ളത് ഉള്ളിയാട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ വെളിച്ചെണ്ണയിൽ ഈ സവോള നന്നായിട്ടൊന്ന് കുക്കാവണം. ആ ഒരു പച്ചച്ചോവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറണം. ഒരു 3 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാറിയ ശേഷമാണ് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. അപ്പം ചൂടാറാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കട്ടെ. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ വെളിച്ചെണ്ണയോട് കൂട്ടി തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ച് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് നമുക്ക് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് പുളിക്കായിട്ട് പുളിയാണ് ചേർക്കുന്നത് കേട്ടോ. തക്കാളി പുളിയല്ല ചേർക്കുന്നത്, പുളിയാണ് ചേർക്കുന്നത്. പുളി ഇതാ കുറച്ച് മാത്രം ചേർത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട. കുരു കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വെള്ളമൊന്നും ഒഴിക്കേണ്ട. എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ല പേസ്റ്റ് പരത്തിലാക്കിയെടുക്കുക. നല്ല ടേസ്റ്റാട്ടത്. സംഭവം അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ ദോശയുടെ കൂടെ അല്ലെങ്കിൽ എന്താ പറയുക, ഏതൊരു സ്നാക്കിൻ്റെ കൂടെ നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഉള്ളി ചട്നി. അപ്പോൾ അപാര ടേസ്റ്റ് ആട്ടോ. ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, കാരണം നമ്മളിത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ ഒരു പച്ചച്ചോവൊക്കെ ഒന്ന് പോയിട്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇത് ശരിക്കും എന്താ പറയുക, നല്ലൊരു കോമ്പിനേഷൻ വരുന്നത് നമ്മുടെ മസാല ദോശയുടെ കൂടെയൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പം ഗീ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ വൈറ്റ് ചട്നിയും ഉണ്ട്, പിന്നെ സാമ്പാറും ഉണ്ട്, പിന്നെ ഈ ഒരു ചട്നിയും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തക്കാളി ഒന്നും ചേർക്കാണ്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്നി റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കി കൂടെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും വൈകുന്നേരത്തെ സ്നാക്കിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ഡബിൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഞാൻ പിന്നെ ഇവിടെ അധികം എരിവ് ആർക്കും ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് മാത്രം വറ്റൽമുളക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.